ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ പരമപ്രധാനമാണ്. ശരീരം എന്നും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈനംദിന ചര്യകൾ ക്രമപ്പെടുത്തിയെടുക്കണം. കുളിയായാലും വ്യായാമമായാലും ഭക്ഷണമായാലും സമയത്തിന് ചെയ്യുന്നതായാലും എല്ലാം വളരെ കൃത്യമായി ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യായാമവും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശരിയായ ആരോഗ്യം നിലനിർത്താം, സന്തോഷവാനായിട്ട് ജീവിക്കാം. മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ഒരു ഭാരമാവുന്നില്ല. അതാണ് വ്യായാമത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും സില്ലി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സില്ലി ടോക്ക് ഓൺ സം സീരിയസ് ടോപ്പിക്സ്. അപ്പോൾ ഈ എപ്പിസോഡിൽ 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി തന്നെയാണ് ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർക്കും വളരെ സഹായകമായിരിക്കും. നിങ്ങൾ രാവിലെ മോർണിംഗ് വാക്കിന് പോകാറുണ്ടോ? എങ്കിൽ ഇനി മോർണിംഗ് വാക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 60 വയസ്സ് കഴിയുമ്പോൾ മോർണിംഗ് വാക്ക് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവുന്നില്ല. ചിലപ്പോഴൊക്കെ മോർണിംഗ് വാക്ക് കൊണ്ട് നിങ്ങൾക്ക് ദോഷവും ഉണ്ടായെന്ന് വരാം. മോർണിംഗ് വാക്ക് അല്ല പ്രധാന കാര്യം. അതുകൊണ്ട് ഈ സില്ലി ടോക്കിൻ്റെ എപ്പിസോഡ് നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കണം. തുടക്കം മുതൽ അവസാനം വരെ തന്നെ മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ട് കാണണം. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അനുവർത്തിക്കുകയും വേണം. സോ വൺസ് അഗൈൻ we welcome you to Silly Talk on some serious matter. കാരണം സീരിയസ് ആണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും. ജീവിതം ആസ്വാദ്യകരമായി കൊണ്ടു നടക്കണമെങ്കിൽ നല്ല ഭക്ഷണം, നല്ല ചിന്ത, നല്ല വ്യായാമം, നല്ല എൻഗേജ്മെൻറ്റും ഉണ്ടാക്കിയെടുക്കണം. തമാശകളും ചിരികളും ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം കുറച്ച് സില്ലിയായിട്ട് നമ്മൾ സംസാരിച്ചെങ്കിൽ ജീവിതത്തിൽ ഇത് പ്രധാന കാര്യമുള്ളതാണ്. സില്ലി ടോക്ക് ആണെങ്കിലും ടോപ്പിക്ക് സീരിയസ് ആണ്. പക്ഷെ വിഷയം കിടിലൻ ഗൗരവമുള്ളത് തന്നെയാണ്. ഇന്നൊരു സുന്ദരമായ ഒരു ചോദ്യമുണ്ട്. മുതിർന്നവർ നടക്കുന്നത് നിർത്തണോ? പ്രായം കൂടി വരുമ്പോൾ നടക്കുന്നത് നിർത്തണോ എന്നുള്ളതാണ്. അതൊരു രസകരമായ ചോദ്യം തന്നെയാണ്. എന്നാൽ ചിലർക്കൊക്കെ അതെവിടെയോ ഒരു ചെറിയ വേദനയുടെ അംശം ഉണ്ടാക്കുകയും ചെയ്യുന്നു. നടത്തം എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നിർത്തണമെന്നില്ല. എങ്കിൽ പോലും നടത്തം മാത്രം പോരാ. നടക്കൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം. നടന്നോളൂ, നടക്കാവുന്നിടത്തോളം നടന്നോളൂ. എന്നും രാവിലെ ആയാലും വൈകുന്നേരം ഈവനിങ് വാക്കായാലും, അതല്ല രാത്രി അത്താഴം കഴിഞ്ഞതിന് ശേഷമുള്ള മട്ടുപ്പാവിലോ ഉലാത്തലായാലും എന്തായാലും വിരോധമില്ല, തുടർന്നോളൂ. പക്ഷെ അത് മാത്രം മതിയാവില്ല. നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ അതുമാത്രം ഒരിക്കലും മതിയാവില്ല. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിയുമ്പോൾ 2% മുതൽ അങ്ങോട്ട് നമ്മൾ പേശികൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ മുന്നിലുള്ള എപ്പിസോഡിൽ കണ്ടതാണ്. പല മെഡിക്കൽ ജേണലുകളും ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ രോഗത്തെ സാർക്കോപീനിയ എന്ന് പറയും. സാർക്കോപീനിയ നമുക്ക് നിയന്ത്രിച്ചു നിർത്താം. നഷ്ടപ്പെട്ട പേശികളുടെ ആരോഗ്യം തിരിച്ചെടുക്കുകയും ചെയ്യാം. ഇത് സത്യമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് മാത്രമല്ല, ഇങ്ങനെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ പതിവായി കാണണം. ഇപ്പോൾ ഇതൊരു ഗൗരവമായ കാര്യമാണ്. 50 കഴിഞ്ഞാൽ ഓരോ വർഷം ശരീരത്തിലെ 1 മുതൽ 2% വരെ പേശികൾ, മസിൽസ് നമ്മൾക്ക് ശോഷിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ സാർക്കോപീനിയ എന്ന് പറയുന്നു. തിരിച്ചു വരാതിരിക്കുക. ഒരു വെക്കേഷന് പോയിട്ട് തിരിച്ചു വരാത്ത അതിഥികളെ പോലെ മസിൽ പിന്നെ തിരിച്ചു വരില്ല. അപ്പം മസിൽ കുറയുമ്പോൾ നമ്മൾക്ക് ശരീരം ദുർബലമാവും. നടക്കാനോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ എടുത്ത് പൊന്തിക്കാനോ അല്ലെങ്കിൽ കയറാനോ ഉള്ള കഴിവുകൾ പതിയെ കുറഞ്ഞു പോയിരിക്കും. ഇതെവിടെയോ മനസ്സിൽ ഒരു ആശങ്ക ഉളവാക്കും. ആ ആശങ്ക വീണ്ടും ഈ രോഗത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് വിഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നു. ആശങ്ക രോഗം ഉണ്ടാക്കും, രോഗം ആശങ്കയുണ്ടാക്കും, ആശങ്ക വീണ്ടും രോഗം ഉണ്ടാക്കും, രോഗം വർദ്ധിപ്പിക്കും, പിന്നെ അത് ആശങ്ക വർദ്ധിപ്പിക്കും. ഇങ്ങനെ അതിനെയാണ് വിഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നടത്തുന്നത് നല്ലത് തന്നെ, എന്നാൽ നിർത്തണമെന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ പല വ്യായാമങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ വ്യായാമങ്ങൾ ഒരിക്കലും നിർത്തരുത്. അതെങ്ങനെയാണോ യഥാർത്ഥ അളവിൽ കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ച് പഠിക്കണം. എവിടെയെങ്കിലും പോയി പഠിക്കുന്നതാണ് നല്ലത്. എങ്കിലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വിവരങ്ങൾ അനവധി തരാം. അപ്പോൾ ഈ സാർക്കോപീനിയക്ക് പരിഹാരം ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അതിനാൽ ഇന്ന് ജോയിൻറ്റുകൾക്ക്, അതായത് നമ്മുടെ സന്ധികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന 6 വ്യായാമങ്ങൾ പറയാം എന്ന് ഉദ്ദേശിക്കുന്നു. ഇവ നിങ്ങളുടെ ശരീരത്തിൽ കാണാതെ പോയി കിടക്കുന്ന ഡീപ്പ് മസിൽസ് പോലും ഉണർത്തുകയും ഉന്മേഷവത്താക്കുകയും ചെയ്യുമെന്നുള്ളത് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ശാസ്ത്രീയമായ ജേണലുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രധാനമായും ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യം പറയുന്നത് വാൾ പുഷപ്സ് ആണ്.
പുഷപ്സ് എല്ലാവരും എടുക്കുന്ന പോലെ 60 കഴിഞ്ഞവർ എടുക്കണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് കഴിയുമെങ്കിൽ അവർ ചെയ്തോളൂ, വിരോധമൊന്നുമില്ല. ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണെങ്കിൽ അവരുടെ ട്രെയിനർ അഭിപ്രായത്തിൽ തുടരാമെങ്കിൽ തുടർന്നോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാൾ പുഷപ്പ്, ഇതുവരെ പുഷപ്സ് എടുക്കാത്ത ഒരാൾക്ക് നിങ്ങൾ സുഖമായി പുഷപ്സ് എടുക്കാം. ആദ്യം തന്നെ കൃത്യമായി മറ്റാലോചനകൾ മുഴുവൻ നേരെ കൊണ്ടുവന്നിട്ട് മനസ്സിനെ നിശ്ചലമാക്കുക. നിശ്ചലമായി നിന്നുകൊണ്ട് ഒരു 9 ആഴത്തിലുള്ള ശ്വാസങ്ങൾ എടുക്കുക. 3ന്റെ 3 ഗുണിതങ്ങളാകുമ്പോൾ 9 എണ്ണം എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. 9 ശ്വാസം എടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ശരീരം ആകെ തുലന നില പാലിച്ചിരിക്കും. പിന്നെ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് കൈ പൊക്കിയിട്ട് ഒരു ചുമരിന്മേൽ അത്യാവശ്യം ശക്തിയായി ഉറപ്പിച്ച് നിർത്തുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ചുമരിനോട് അടുത്തേക്ക് മുകൾ ഭാഗം, ശരീരത്തിന് മുകൾ ഭാഗം അടുപ്പിക്കുക. വീണ്ടും അകൽത്തുക, വീണ്ടും അടുപ്പിക്കുക, വീണ്ടും അകൽത്തുക. ഇങ്ങനെ ഒരു 9 അല്ലെങ്കിൽ 10 തവണ ചെയ്യുക. വീണ്ടും കൈ താഴ്ത്തിയിട്ടുകൊണ്ട് നിങ്ങൾ ദീർഘശ്വാസം എടുക്കുക 9 തവണ. മറ്റൊന്നും ആലോചിക്കരുത്. നിങ്ങൾക്ക് ശാന്തമായി ചിന്തിക്കുക, എനിക്ക് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ രോഗങ്ങളും മാറും, എനിക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം. നമ്മളൊരു പോസിറ്റീവ് ടോക്ക് എന്ന് പറയുന്നു, പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നു, പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നു. ഈ പോസിറ്റീവ് തോട്ട് കൊണ്ട് മാത്രം ഒന്നും ശരിയാവുന്നില്ലെങ്കിലും അതിൻ്റെ കൂടെ നമ്മുടെ കർമ്മങ്ങളുണ്ടെങ്കിൽ എല്ലാം ശരിയാവും, എല്ലാം ശാന്തമായി ശക്തമാകും. അപ്പോൾ പുഷപ്സ് അങ്ങനെ 10 എണ്ണം എടുത്തതിന് ശേഷം നമ്മൾ 9 തവണ വീണ്ടും ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ഇതേപോലെ കൈ സാവധാനം കൊണ്ടുവന്ന് നല്ല ബലത്തിൽ ചുമരിനോട് അമർത്തിപ്പിടിച്ച് വീണ്ടും ശരീരത്തിൻ്റെ മുകൾ ഭാഗം അങ്ങനെ തന്നെ ചെയ്യുക 9 തവണ കൂടി. വീണ്ടും നിങ്ങൾ 9 അല്ലെങ്കിൽ 10 തവണ കൂടി വീണ്ടും നിങ്ങൾ ഒരു 9 ദീർഘശ്വാസം എടുക്കുക. മറ്റൊന്നും ആലോചിക്കാതെ മനസ്സിനെ തളർത്തിയിട്ടുകൊണ്ട് ശാന്തമായിട്ടുകൊണ്ട് രോഗങ്ങളോ കടങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ വീട്ടിലെ പ്രശ്നങ്ങളോ ഒന്നും ആലോചിക്കാതെ ഒരു 9 ദീർഘശ്വാസങ്ങൾ. നല്ല രസമാണ് ചെയ്യാൻ. ഈ കണ്ട പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നതല്ലെന്ന് തന്നെ ചിന്തിച്ചുറപ്പിക്കാം. എന്ത് പ്രശ്നം ബാധിക്കുമെങ്കിലും അത് ബാധിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് യാതൊരു കാര്യവുമില്ലാത്തതിനാൽ അത് ചിന്തിക്കുകയേ വേണ്ട. വീണ്ടും ഒരു 10 പുഷപ്സ് കൂടി എടുക്കുക. അപ്പം 3 തവണയായി നിങ്ങൾ ഏകദേശം 30 പുഷപ്സ് എടുത്തു, വാൾ പുഷപ്സ്. എന്നിട്ട് വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കുക. എന്നിട്ട് ശരീരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ശരീരം എവിടെയെങ്കിലും പ്രത്യേക വല്ല അനുഭവങ്ങളുണ്ടോ, രസമുണ്ടോ, അതല്ല വേദനയുണ്ടോ? അങ്ങനെ ഒരു 3-4 ദിവസം ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് എൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് കൃത്യമായി ചിന്തിച്ചു നോക്കുക. എവിടെയെങ്കിലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് തടവുക, വല്ല മെഡിക്കേറ്റഡ് ഓയിൽസ് ഇട്ട് തടവുക. നിങ്ങളുടെ ട്രെയിനറെയോ മറ്റു ഡോക്ടറെയോ ഒന്ന് പറഞ്ഞ് കാര്യങ്ങൾ ശരിയാക്കുക. ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. എങ്കിലും ഇങ്ങനെ പതിവായി ചെയ്യുക. എത്ര ചെയ്തു എന്നുള്ളതല്ല, റെഗുലാരിറ്റിയാണ് പ്രധാന കാര്യം. വാൾ പുഷപ്സ് വളരെ നല്ല വ്യായാമമാണ്. ഇത് നിങ്ങളുടെ പോസ്റ്റർ ശരിയാക്കും, നിങ്ങൾ ആടിപ്പോകുന്നതിനുള്ള ടെൻഡൻസി ഇല്ലാതാക്കും ക്രമേണ. നിങ്ങളുടെ മസിൽസിനെ മുഴുവൻ ശക്തമാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേരെ നിൽക്കാനും എണീക്കാനും എല്ലാം സാധിക്കുന്നു. എല്ലാം ഇതിലൂടെ നിങ്ങൾ ശരിയാക്കാം എന്ന് തന്നെ വിശ്വസിക്കുക. ഒന്നിനും പെനേസ്യ ഒന്നുമില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും. രണ്ടാമത് നിങ്ങൾ ശക്തമാക്കേണ്ട ഒരു പേശി നിങ്ങളുടെ കാഫ്, അതായത് കണങ്കാലിലെ പിന്നിലെ പേശികളാണ്. അതിന് നമ്മൾ കാഫ് ആക്ടിവേഷൻ എന്ന് പറയുന്നു. ഈ കാഫ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ രക്തചംക്രമണത്തെ മുഴുവൻ മെച്ചപ്പെടുത്തുന്നു, ക്രമമാക്കുന്നു, അതുപോലെ തന്നെ റെഗുലറൈസ് ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ വളരെ നന്നായി മെച്ചപ്പെടും. കാലിലെ മസിൽസ് കുഴഞ്ഞു പോകുന്നത് അങ്ങനെ ഉള്ള ആ അവസ്ഥകളെല്ലാം കുറയും. അതിന് പുറമെ നമ്മുടെ ആംഗിൾ, അതായത് ഉപ്പൂറ്റി അല്ലെങ്കിൽ നെരിയാണി ഒക്കെ ശക്തമാകുന്നതുകൊണ്ട് നടത്തം നന്നായി മെച്ചപ്പെടും. എങ്ങനെയാണ് നിങ്ങൾ കാഫ് മസിൽസിനെ ശക്തമാക്കുന്നത്? നിന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നന്നായി ഇരിക്കുന്ന പോലെ ഇരിക്കുകയും എണീക്കുകയും ചെയ്യുക. വീണ്ടും അങ്ങനെ ചെയ്യുക, വീണ്ടും അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു 9-10 പ്രാവശ്യം ചെയ്തതിന് ശേഷം വീണ്ടും ദീർഘശ്വാസം എടുക്കുക. എല്ലാ വ്യായാമം ചെയ്യുന്നതിന് മുന്നേയും കൃത്യമായി ദീർഘശ്വാസം എടുക്കേണ്ടത് നിർബന്ധമാണ്. വ്യായാമങ്ങൾ മാത്രമല്ല, നിങ്ങൾ എന്ത് കർമ്മം തുടങ്ങുന്നതിന് മുന്നേയും നമ്മൾ പറയാറുണ്ട് പ്രാർത്ഥിക്കണം, നടുക്ക് പ്രാർത്ഥിക്കണം, അവസാനത്തിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാം. അതുപോലെ പ്രാർത്ഥിക്കുന്നതിന് കൂടെ ദീർഘശ്വാസവും കൂടി എടുക്കുക. എന്ത് ജോലി ചെയ്യുന്നതിന് മുന്നേയും മനസ്സും ശരീരവും ശാന്തമാകുകയും വേണ്ടത്ര ഓക്സിജനും ഗ്ലൂക്കോസും നിങ്ങളുടെ കോശങ്ങൾക്കൊക്കെ ലഭിക്കുകയും ചെയ്യാൻ വേണ്ടി ദീർഘശ്വാസം എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇതിലും ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഈ കാഫിൻ്റെ ഇരുന്നെണീക്കൽ ക്രിയയിലൂടെ നിങ്ങളുടെ കാഫിനെയും മറ്റ് കാലിലെ പേശികളെയും മുഴുവൻ നിങ്ങൾക്ക് വളരെ ശക്തമാക്കാൻ പറ്റും. അങ്ങനെ 10 ചെയ്തതിന് ശേഷം വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9 ദീർഘശ്വാസങ്ങൾ എടുക്കുകയും
അങ്ങനെ വീണ്ടും ശരീരവും മനസ്സും തുലന നിലയിലായ സമയത്ത് വീണ്ടും ഇങ്ങനെ 9 ചെയ്യുക. തൽക്കാലം 9 10 മതി. അങ്ങനെ ചെയ്തതിന് ശേഷം 10 ചെയ്തതിന് ശേഷം വീണ്ടും ശ്വാസം എടുക്കുകയും വീണ്ടും 10 ചെയ്യുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ 3ന്റെ 10ന്റെ ഗുണിതങ്ങളാവുന്നു. ഇപ്പോൾ 30 പ്രാവശ്യം നിങ്ങൾ കാഫ് റേസ് ചെയ്തു. കാഫ് റേസ് വളരെ നല്ല വ്യായാമമാണ്. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ തുലന നില പാലിക്കാനുള്ള ശക്തി വളരെയധികം വർദ്ധിപ്പിക്കും. മാത്രമല്ല മാനസികമായി നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം അത് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളൊരു യുവാവിനെ പോലെയുള്ള നടത്തവും പ്രവൃത്തിയും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്, സ്വാധീനത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ വ്യായാമങ്ങൾ തള്ളിക്കളയരുത്. നിത്യവും ചെയ്യണം. 50 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിർബന്ധമായും ചെയ്യണം. അതിന് താഴെയുള്ളവരും ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ്. രണ്ടാമത്തെ എക്സസൈസ് അതുകൊണ്ട് കാഫ് റേസ് ആണ്. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ നടക്കുന്നുണ്ടായിരിക്കാം. വീട്ടിൽ നിൽക്കെ വീട്ടുമുറ്റത്ത് കുഴികളും മറ്റുള്ള നാട്ടിൻ വയലുകളും ഒക്കെ നമ്മൾ നടന്നു നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ സംസാരിക്കാനുള്ള ഒരു ചാൻസും കിട്ടിയെന്ന് വരാം, സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയെന്ന് വരാം. ഇതെല്ലാം നമ്മുടെ ഹൃദയാരോഗ്യം നന്നായി വർദ്ധിപ്പിക്കും. അതിന് പുറമെ നമ്മുടെ ഒരു എജൈലിറ്റി, അതായത് ആ യുവത്വത്തോടെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കാനുള്ള ശക്തിയും വർദ്ധിക്കും. നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മുഴുവൻ ക്രമമാവുകയും വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാനുള്ളൊരു സമയത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരും. അതായത് റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം, റെസ്പോൺസ് ടൈം നന്നായി മെച്ചപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു കൈ നമ്മൾ ഉദാഹരണം തീയിൽ വെച്ച് പോയി നോക്കുക. ആ തീയിൽ വെച്ചത് ഉടനെ നമ്മൾ വലിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അറിഞ്ഞല്ല വലിക്കുന്നത്, അതൊരു ഇമ്പൾസീവായിട്ട് നമ്മൾ വലിക്കുന്നു. ഇതിനിടെ ഒരു സമയം എടുക്കുന്ന സമയം പലരും പല സമയമാണ് എടുക്കുന്നത്. കൂടുതൽ സമയം എടുക്കുന്നവർക്ക് കൈ കൂടുതൽ പൊള്ളാൻ ചാൻസ് ഉണ്ട്. എളുപ്പത്തിൽ എടുക്കുന്നവർക്ക് അത് വളരെ കുറച്ചേ പൊള്ളുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള റെസ്പോൺസ് ടൈം നന്നായി ആരോഗ്യപരമായി ഉയർത്തിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടൈം കുറഞ്ഞു വരിക. 2 സെക്കൻഡ്സിൽ പോലും ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടായിരിക്കും. ഒരു പാമ്പ് കടിക്കാൻ വരുമ്പോൾ, ഒരു പൂച്ച ഒരു പാമ്പിനെ അടിക്കാൻ പോകുമ്പോൾ ഈ റെസ്പോൺസ് ടൈം മനുഷ്യരെക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിട്ടുള്ളപ്പോഴും പോലും ജീവിച്ചു പോകാൻ പറ്റുന്നത്. മനുഷ്യർക്ക് അവരിൽ നിന്നൊക്കെ പഠിച്ചെടുക്കാം. പൂച്ചയിൽ നിന്നോ പാമ്പിൽ നിന്നോ എറുമ്പിൽ നിന്നോ എല്ലാം പഠിച്ചെടുക്കാം. പുരാണപരമായി പറയുകയാണെങ്കിൽ ഇവയൊക്കെ നമ്മുടെ ഗുരുക്കന്മാരായി കാണണമെന്ന് തന്നെയാണ്. അങ്ങനെ ആ റെസ്പോൺസ് ടൈം വർദ്ധിപ്പിക്കാൻ ഈ വ്യായാമം വളരെയധികം സഹായിക്കും. ഇനി മറ്റൊരു വ്യായാമം പറയുന്നത് സ്ക്വാട്സ്. നിങ്ങൾക്കറിയാവുന്നതാണ് സ്ക്വാട്സ് എന്ന് പറഞ്ഞാൽ. ഒരു കസാലയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക, അതുപോലെ എണീക്കുക. തുടങ്ങുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞ പോലെ ഇത് 3ാമത്തെയോ 4ാമത്തെയോ വ്യായാമമാണ് ചെയ്യെങ്കിൽ ഒരു 3 ശ്വാസം എടുക്കുക, ദീർഘശ്വാസം. 9 എടുത്താൽ വളരെ നല്ലതാണ്. 3 എടുക്കുക എന്നുള്ളതാണ്. വളരെ ശാന്തമായുള്ള 3 എടുക്കുന്നത് കൊണ്ടാണ്. അത് എങ്ങനെയെങ്കിലും ഒരു ശാന്തമായ 3 കിട്ടാനാണ് ഈ 9 എന്ന കണക്ക് പറയുന്നത്. ആദ്യത്തെ ഒരുപക്ഷെ ഒരു അങ്കലാപ്പോടുകൂടി ചെയ്തു എന്ന് വരാം, അല്ലെങ്കിൽ എജിറ്റേറ്റഡ് ആയുള്ള സമയത്ത് ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് രണ്ടാമത്തെ അതിലും നല്ല ശാന്തമായിട്ടായിരിക്കും. 3ാമത്തത് യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെയുള്ള ശാന്തതയിൽ 3 ശ്വാസം എടുക്കുന്നു. അതിനാലാണ് ഈ 9 പറയുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മളൊരു കസാലയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയും അവിടുന്ന് കൈപ്പൊന്തിച്ച് എണീക്കുകയും ചെയ്യുക. ഇത് ബോഡി വെയ്റ്റ് സ്ക്വാട്സ് എന്ന് പറയുന്നു. ശരീരത്തിൻ്റെ ഭാരം മാത്രമേ ഇതിന് ഉയർത്തേണ്ടതും താഴ്ത്തേണ്ടതും ഉള്ളൂ. അത് ബോഡി വെയ്റ്റിന് പുറമെ നമ്മൾ ഡംബൽസ് ഓരോ ഭാരത്തിലുള്ള ഡംബൽസ് ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. പിന്നീട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ബോഡി വെയ്റ്റ് സ്ക്വാട്സ് എങ്കിലും എടുക്കുക. അതുപോലെ 9 ചെയ്യുക, അല്ലെങ്കിൽ 10 ചെയ്യുകയും വീണ്ടും ഒരു 9 ദീർഘശ്വാസം എടുക്കുകയും നന്നായി ശാന്തമായി ആലോചിക്കുകയും. ഈ ശാന്തമായ ആലോചന വരാനാണ് പലപ്പോഴും ജപമോ പ്രാർത്ഥനയോ പറയാറുള്ളത്. വേണ്ട, നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ മതി. മനസ്സിന് ശാന്തത, ശരീരത്തിന് ശാന്തത കിട്ടുമ്പോൾ വീണ്ടും അടുത്ത സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 3 സെറ്റ്, അതായത് 30 വ്യായാമം നമ്മൾ സ്ക്വാട്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ മറ്റൊരു വ്യായാമത്തെക്കുറിച്ച് പറയാം. എല്ലാ വ്യായാമങ്ങൾക്കും നല്ല ഗുണമുണ്ടായിരിക്കും. ഒരു കൃത്യമായ 1 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായി ചുറുചുറുക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നിർത്തിക്കളയരുത്, വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുക. ശരീരം ക്ഷീണിക്കുന്ന വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം നിങ്ങളുടെ ട്രെയിനറോട് ചോദിച്ച് അദ്ദേഹം പറയുന്നത് മാത്രം ചെയ്യുക. എന്നാലും പൂർണ്ണമായും നിർത്തണമെന്നില്ല. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ നടത്തം കൊണ്ട് നടക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നടത്തം മാത്രം പോരാ, തീർത്തും പോരാ. നീന്തൽ പറ്റുമെങ്കിൽ നീന്തൽ പോകും. പക്ഷെ നീന്തൽ വെള്ളത്തിൻ്റെ അപകടമുള്ളതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞവർക്ക് അത്ര റെക്കമെൻഡ് ചെയ്യാറില്ല. 50 വയസ്സ് കഴിഞ്ഞവർക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല. എന്നാലും നീന്താൻ കഴിയുമെങ്കിൽ, സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ, മറ്റൊരാൾ കൂടെ ഉണ്ടെങ്കിൽ നീന്തുന്നതുകൊണ്ടോ സൈക്കിൾ ചെയ്യുന്നതുകൊണ്ടും വിരോധമൊന്നുമില്ല. ഇത് 3 ചെയ്യാവുന്നതാണ്: നടക്കൽ, നീന്തൽ, സൈക്ലിംഗ്. പക്ഷെ അത് പോരാ. ഈ 6 വ്യായാമങ്ങൾ നിങ്ങൾ നിർത്താതെ ചെയ്തുകൊണ്ടേയിരിക്കണം.
ചുറുചുറുക്കോടെ നിങ്ങൾക്ക് 50 100 വയസ്സ് വരെ ജീവിക്കുന്നതോട് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് എപ്പോഴും നല്ല പ്രതീക്ഷ, ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ഈ വ്യായാമങ്ങൾ ചെയ്യുക. അടുത്തത്, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ശക്തമാക്കുന്നതിൽ ആ പവർ മൂവ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിനെ നമ്മൾ ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നു. ഒരു പാലം പോലെ തന്നെയാണ് ഗ്ലൂട്ടിൻ്റെ മസിൽസ്. ഗ്ലൂട്ട്, ഹാംസ്ട്രിങ്സ്, സ്പൈൻ സപ്പോർട്ട് മസിൽസ് എല്ലാം നന്നായി ഫിറ്റാക്കാൻ ഈ ഗ്ലൂട്ട് എക്സസൈസ്, ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ് നിങ്ങൾ വിട്ടുപോകരുത്. എങ്ങനെയാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ് ചെയ്യുക? നിങ്ങൾ നന്നായി ശാന്തമായി മലർന്ന് ഒരു ഷീറ്റിൽ, റബ്ബർ ഷീറ്റോ അല്ലെങ്കിൽ മറ്റ് കാർപ്പറ്റിലോ കിടക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിടന്നുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ, നമ്മൾ ശവാസനം എന്നൊരു യോഗാസനമുണ്ട്, ആ രീതിയിൽ തന്നെ, അതറിയുമെങ്കിൽ ആ ശവാസനമായിട്ട് തന്നെ കിടക്കുക. എന്നിട്ട് പ്രാണായാമം കിടന്നുകൊണ്ട് ചെയ്യുക. അതായത് ദീർഘശ്വാസം എടുക്കുക. 9 പ്രാവശ്യം വയറ് പൊക്കിയും താഴ്ത്തിയുള്ള ആ ദീർഘശ്വാസം നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണം. ദീർഘശ്വാസം അങ്ങനെ 9 തവണ ചെയ്തതിന് ശേഷം മെല്ലെ കയ്യ് പത്തി ഈ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ റബ്ബർ ഷീറ്റിൽ അല്ലെങ്കിൽ നിലത്ത് അമർത്തി വെച്ചുകൊണ്ട് മെല്ലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ വയറിൻ്റെ ഭാഗം മുട്ട് മടക്കി വെച്ച് കാലിൻ്റെ മുകളിൽ പൊന്തിച്ചെടുക്കുക, താഴ്ത്തുക, പൊന്തിച്ചെടുക്കുക, താഴ്ത്തുക, പൊന്തിച്ചെടുക്കുക, താഴ്ത്തുക. സാവധാനം ചെയ്താൽ മതി. എബ്രപ്റ്റ് ആയിട്ടുള്ള നീക്കങ്ങൾ, പൊന്തിക്കലുകൾ വേണ്ട എന്ന് തന്നെ വെക്കണം. നമ്മൾ പഴയ ഭാഷ പറഞ്ഞ് ഞെട്ടിപ്പോവെന്ന് പറയും. അപ്പോൾ അതൊരു മസ്കുലർ ടയറോ മറ്റോ വരുന്ന കാര്യമാണത്. അതുണ്ടാവരുത്. അതുകൊണ്ട് മെല്ലെ പൊന്തിക്കുക. ഗ്ലൂട്ട് ബ്രിഡ്ജ്. അങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം 9 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം ചെയ്തു. വീണ്ടും ഇതേപോലെ ശവാസനത്തിൽ ദീർഘശ്വാസം എടുത്തുകൊണ്ട് കിടക്കുക. മറ്റൊന്നും ആലോചിക്കരുത്. നന്നായി മനസ്സിൽ ശാന്തമായി മനസ്സിൽ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ കിടന്ന് നിങ്ങൾ വീണ്ടും 9 10 ശ്വാസം എടുക്കുന്നു. വീണ്ടും 10 പ്രാവശ്യം ഈ ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യുന്നു. നന്നായി കഴുത്തിൻ്റെ ഭാഗം, തോളിൻ്റെ ഭാഗം അങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് ബാക്കി ശരീരഭാഗത്തെ മുട്ടുമടക്കി പിടിച്ച ആ ഭാവത്തിൽ പൊന്തിക്കുകയും താഴ്ത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഏതെങ്കിലും ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തി, ഒരു ട്രെയിനറെ കണ്ടെത്തി, ഒരു യോഗാചാര്യനെ കണ്ടെത്തി ഗ്ലൂട്ട് ബ്രിഡ്ജ് എങ്ങനെയെന്ന് നിങ്ങൾ പഠിച്ചോളൂ ആദ്യം. എന്നിട്ട് നിങ്ങൾ ചെയ്യൂ. ദിവസവും ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ്, സ്പൈൻ സപ്പോർട്ട് മസിൽസ്, ഗ്ലൂട്ട്സ് എല്ലാം വളരെ ശക്തമാക്കും. അപ്പോൾ തന്നെ നമ്മൾ നടത്തുന്ന ട്രെയിറ്റ് തന്നെ വളരെ നന്നായി മെച്ചപ്പെടുകയും നല്ല രീതിയിൽ നടക്കാനും ഒരുപക്ഷെ ചാടാനും ഓടാനും തന്നെ സാധിക്കുകയും ചെയ്യും. പെട്ടെന്ന് എടുത്ത് ചാടണ്ട എങ്കിലും നിങ്ങൾക്കത് സാധിക്കും. ഭാരമുള്ള സാധനങ്ങൾ പൊന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണമെങ്കിലും നിങ്ങൾക്കത് വളരെ നന്നായി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടുള്ള പേശി അപകടങ്ങൾ വളരെ വളരെ കുറഞ്ഞിരിക്കും. സത്യമാണ്. അതുകൊണ്ട് ഗ്ലൂട്ട് ബ്രിഡ്ജ് ഇതുപോലെ 3 സെറ്റുകൾ 10ൻ്റെ, അതായത് 30 പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്നു രാവിലെ. പിന്നെയോ ലാറ്ററൽ ലെഗ് റേസ്, 6ാമത്തെ വ്യായാമം. ലാറ്ററൽ ലെഗ് റേസ്. എന്താണ് ലാറ്ററൽ ലെഗ് റേസ് എന്ന് പറയൽ? അപ്പോൾ ഈ തെറ്റി വീഴാതിരിക്കാൻ ഏറ്റവും അതുപോലെ നമ്മുടെ ഈ ഹിപ്പിൻ്റെ ഭാഗത്തെ ആ പേശികൾ, ഗ്ലൂട്ടിയസ് മീഡിയസ് എന്നൊക്കെ പറഞ്ഞ പേശികളുണ്ട്, അതൊക്കെ വളരെ ശക്തമായിട്ട് വരാൻ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ബലം ശരീരത്തിൽ നിന്ന് കിട്ടാൻ, എല്ലുകൾക്ക് വളരെ ശക്തമായി പ്രവർത്തിക്കാൻ, എല്ലാ സന്ധികളും അതായത് ജോയിൻറ്റുകളും കൃത്യമായി പ്രവർത്തിക്കാൻ എല്ലാം ഈ വ്യായാമങ്ങൾ നന്നായിരിക്കും. നിങ്ങൾ നേരത്തെ കിടക്കുകയായിരുന്നു, അത് ഒരു ഭാഗത്ത് ഇടത് ഭാഗത്തേക്ക് ആദ്യം ചെരിഞ്ഞ് കിടക്കുക. എന്നിട്ട് മെല്ലെ നിങ്ങളുടെ വലത് കാലങ്ങനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. എത്താവുന്ന അത്ര പൊന്തിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചെറിയ വേദന എവിടെയൊക്കെയോ വരുന്നുണ്ടായിരിക്കാം, അതുവരെ പൊന്തിക്കുക. ആ വേദന അതിലല്പം കൂടുതൽ പൊന്തിച്ചാലും പിന്നീട് വേദനയില്ലാത്ത അവസ്ഥ വരും കുറച്ച് കാലങ്ങൾ അത് ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ ലെഗ് റേസ് അങ്ങനെ ചെയ്യുക. അപ്പം നിങ്ങൾ തെറ്റി വീഴാതിരിക്കാൻ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഒരു തുലനം തെറ്റി വീണു പോകാതിരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കരഗതമാവുന്നു, കിട്ടുന്നു. അതുകൊണ്ട് നേരെ തിരിച്ചു അത് അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. വീണ്ടും മലർന്നു കിടക്കുക, ദീർഘശ്വാസം എടുക്കുക, വീണ്ടും ഇടതു ഭാഗത്തേക്ക് ചെരിയുക, വീണ്ടും 10 പ്രാവശ്യം ചെയ്യുക. 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം വീണ്ടും മലർന്നു കിടക്കുക, ദീർഘശ്വാസം എടുക്കുക, പ്രാണായാമം പോലെ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇടതു ഭാഗത്തെ തിരിഞ്ഞു കിടക്കുക, വീണ്ടും അതേ കാല് തന്നെ പൊന്തിക്കുക 10 പ്രാവശ്യം. നല്ല പേശികളായിരിക്കും കാലിൽ, എല്ലാ പേശികളും ശക്തമായിരിക്കും. നിങ്ങൾ വെറുതെ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേശികൾ ശക്തമായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ആ അനുഭവപ്പെടലിലൂടെ നിങ്ങളുടെ മനസ്സിന് നല്ല കോൺഫിഡൻസ് വരികയും ചെയ്യും. നിങ്ങൾ 50 വയസ്സ് കഴിഞ്ഞ ആളാണോ? ഈ 6 വ്യായാമങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി 6ാമത്തെ വ്യായാമത്തിൻ്റെ ബാക്കി ഭാഗം പറയാം. നിങ്ങൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. രണ്ടാമത് ദീർഘശ്വാസം വീണ്ടും എടുക്കുക, അതിനുശേഷം വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ഇടത് കാല് ഇതേപോലെ സാവധാനം പൊന്തിച്ചാൽ മതി, പെട്ടെന്ന് പൊന്തിക്കുന്നു. എല്ലാം പൊന്തിച്ചിട്ട്
ദീർഘശ്വാസം എടുത്തുകൊണ്ട് പൊന്തിക്കുന്നു, ദീർഘശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു, എടുത്തുകൊണ്ട് പൊന്തിക്കുന്നു, വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. വീണ്ടും മലർന്നു കിടന്ന് ദീർഘശ്വാസം എടുക്കുക. വീണ്ടും വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക. വലതുഭാഗത്ത് തിരിഞ്ഞു കിടന്ന് വീണ്ടും ഇടതുകാല് പൊന്തിക്കുകയും താഴ്ത്തി ഇങ്ങനെ 10 പ്രാവശ്യം കൂടെ ചെയ്യുക. ലെഗ് റേസ്. വീണ്ടും ഈ 10 പ്രാവശ്യം കഴിഞ്ഞാൽ വീണ്ടും മലർന്നു കിടന്ന് പ്രാണായാമം എടുക്കുക. അതായത് ശവാസനം പോലെ കിടക്കുക. അതായത് ദീർഘശ്വാസം എടുക്കുക. ഈ ദീർഘശ്വാസം എടുത്ത ശരീരവും മനസ്സും തണുപ്പിക്കുമ്പോൾ വീണ്ടും നമ്മൾ മെല്ലെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുകയും വീണ്ടും ഇടതുകാല് പൊന്തിച്ച് 10 പ്രാവശ്യം താഴ്ത്തി വെച്ച് ചെയ്യുന്നു. പിന്നീട് വീണ്ടും നമ്മൾ മലർന്നു കിടന്നത് പ്രാണായാമം ചെയ്യുകയോ അല്ലെങ്കിൽ ശവാസനം ചെയ്യുകയോ ചെയ്യുന്നു. അതായത് ദീർഘശ്വാസം എടുക്കുന്നു. ഇങ്ങനെ 6 വ്യായാമങ്ങൾ നിങ്ങളുടെ ഹിപ്പ് അലൈൻമെൻറ്റ് വളരെ നന്നായിട്ട് കറക്റ്റ് ചെയ്യപ്പെടും. നീ സ്റ്റെബിലിറ്റി വളരെ നന്നായി മെച്ചപ്പെടും. മാത്രമല്ല, നിങ്ങൾ നടക്കുമ്പോൾ വടിയുടെ ആവശ്യം വരാതിരിക്കും. 65-ലും 70-ലും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ശരിയാണ്, സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാം മെച്ചപ്പെടും, എല്ലാം ശരിയാകും. വാക്കിംഗ് കൺട്രോൾ നന്നായി കിട്ടും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ബെനഫിറ്റ് ഒന്നുകൂടെ കേട്ടോളൂ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ പേശികളും, കാലിലെ പേശികൾ, കാഫ് മസിൽസിന് പലരും 2ാം ഹൃദയം എന്ന് വരെ പറയാറുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഹൃദയപേശികളുടെ നില വരെ മെച്ചപ്പെടും. ഹൃദയ ആരോഗ്യം നന്നായി വർദ്ധിപ്പിക്കും. ഹാംസ്ട്രിങ് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടിയസ് മീഡിയസ്, ഹിപ്പിൻ്റെ മസിൽസ്, എല്ലാ മസിൽസും നന്നായി ഓക്സിജനും ഗ്ലൂക്കോസും കിട്ടിക്കൊണ്ട് ആരോഗ്യപരമായി മെച്ചപ്പെടും. ഡീപ്പ് മസിൽസ് പോലും ഉണർവ് നേടിയെടുക്കും. അത്രയും നല്ല 6 വ്യായാമങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ 6 വ്യായാമങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. പാകമായ ഭക്ഷണവും അതിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എല്ലാം മെച്ചപ്പെടും, എല്ലാം ശരിയാവും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. ഇതെല്ലാം ചെയ്താൽ നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത്, മൊബിലിറ്റി, അതായത് നിങ്ങൾക്ക് നടക്കാനും ഒരുപക്ഷെ ഓടാനും സൈക്ലിങ്ങിനോ മറ്റു ജോലികൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് നന്നായി വർദ്ധിക്കും. മൊബിലിറ്റി വർദ്ധിക്കും. പിന്നെ പോസ്റ്റർ, ശരീരത്തിൻ്റെ പോസ്റ്റർ ഉണ്ട്. നിങ്ങൾ ഈ കിടന്നുകൊണ്ടുള്ള ഈ വ്യായാമങ്ങളും മറ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ചെസ്റ്റ് മസിൽസ് പോലും വളരെ നന്നായി ഒരു ഷേപ്പിലേക്ക് വരും. അതിൻ്റെ പോസ്റ്റർ നന്നായിരിക്കും. ബ്ലഡ് ഫ്ലോ, രക്തത്തിൻ്റെ ഒഴുക്ക് നന്നായി മെച്ചപ്പെടും. എല്ലാ കോശങ്ങൾക്കും അതുകൊണ്ട് വേണ്ടത്ര ഗ്ലൂക്കോസും ന്യൂട്രിയൻസും സദാ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഉറപ്പാണ്. വ്യായാമങ്ങൾ അത്ര കണ്ട് നിർബന്ധമാണ്. എല്ലാം അടുത്ത ലെവലിലേക്ക് ചാടുന്ന പോലെ നടത്തം യുവത്വത്തിലേതുപോലെ വരുമെന്നുള്ള ഉറപ്പാണ്. ഒരു യുവത്വം നമ്മൾക്ക് നീട്ടിക്കൊണ്ടുപോകാം. എക്സ്റ്റെൻഡഡ് യൂത്ത് എന്ന് അതിനെ പറയുന്നു. അങ്ങനെ എക്സ്റ്റെൻഡ് യൂത്ത് കിട്ടിയ പോലെ നിങ്ങൾക്ക് തോന്നും. ബാലൻസ്, ആ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ബലം, എനിക്ക് രോഗമൊന്നും വരില്ലെന്നേ, ഞാൻ ഇപ്പോഴും ഫിറ്റാണെന്നേ 70-80 വയസ്സിൽ വരെ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. മേ ഗോഡ് ബ്ലസ് യു. അതാണ് ഇതിൻ്റെ ഒരു 10-15 മിനിറ്റ് മാത്രമേ ആകെ ഇതിന് സമയം വേണ്ടൂ. അതിൽ കൂടുതൽ സമയമൊന്നും വേണ്ട. നടക്കൽ കൊള്ളാം. ഇതിൻ്റെ കൂടെ നിങ്ങൾ നടക്കാവുന്നത്ര നടന്നോളൂ, കുഴപ്പമില്ല. വോക്ക് വെനെവർ യു ക്യാൻ എന്നുള്ളത് തന്നെയാണല്ലോ ആ പഴമൊഴി. പക്ഷെ അത് മാത്രം പോരാ. 60 വയസ്സ് കഴിഞ്ഞാൽ ഈ 6 വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്തേ മതിയാവൂ. വളരെ വൈകുന്നതിന് മുന്നേ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഫലം ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങളെ ഓരോ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു എങ്കിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തൂ. TV-യിൽ നിങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ എന്തായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ സീരിയസ് പാഠം. 6 സീരിയസ് പാഠങ്ങളാണിത്. ഇത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള 6 പാഠങ്ങളാണ്. ഇത് നന്നായി നിങ്ങൾ ചെയ്തുകൊണ്ടു. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എന്തായാലും അറിയിക്കും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങളിതിന് ലൈക്ക് അടിക്കണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നടക്കലാണ് എന്ന് ഏക വ്യായാമം, അത് മാത്രം മതി എനിക്ക് എന്ന് കരുതുന്ന ഒരാൾക്കെങ്കിലും ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. അവർക്കും ഗുണവും കിട്ടട്ടായിരുന്നു. നിങ്ങൾക്ക് മാത്രം മതിയോ ഇതിൻ്റെ ഗുണം? പോരാ, അവർക്ക് ഷെയർ ചെയ്യൂ. അങ്ങനെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടെത്തുന്ന മുതലേ ബൈ. We'll meet again and talk on health and confidence. Thank you. Silly talk on some serious topics. Thank you very much.